ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മേജർ ടോപ്പിക്കായിട്ടുള്ള ബുദ്ധിസവും ജൈനിസവും ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഫൗണ്ടർ ആരാണെന്ന് നോക്കാം. അപ്പോൾ ജൈനിസത്തിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഋഷഭയാണ്. ഫസ്റ്റ് തീർത്ഥാങ്കരായിട്ടുള്ള ഋഷഭ. ഈ ജൈനിസത്തിൻ്റെ മെയിൻ ആൾക്കാരെല്ലാം തീർത്ഥാങ്കരാസ് എന്നാണ് വിളിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഋഷഭയാണ് ഫസ്റ്റ് തീർത്ഥാങ്കര എന്ന് പറയുന്നത്. സെക്കൻഡ് ആളാണ് അജിതനാഥ. തേർഡ് അരിഷ്ടനേമി. പാർശ്വനാഥ, ഇദ്ദേഹം 23rd തീർത്ഥാങ്കരയാണ്. ഇനി നമുക്ക് പരിചയമുള്ള ഒരാളാണ് മഹാവീര, ദ ഫേമസ് തീർത്ഥാങ്കര. 24th ആൻഡ് ദ ലാസ്റ്റ് തീർത്ഥാങ്കരയാണ് ആര്? ഈ പറഞ്ഞ മഹാവീര എന്ന് പറയുന്നത്. അപ്പം ഫൗണ്ടർ ശരിക്കും ആരാണ്? ഋഷഭയാണ് വരുന്നത്. ഇവരെല്ലാം തീർത്ഥാങ്കരാസ് ആണ് ജൈനിസത്തിൽ പറയുമ്പോൾ. ബുദ്ധിസത്തിന്റെ ഫൗണ്ടറിൽ നമുക്ക് ആകെ ഒരാളേ ഉള്ളൂ, അത് ഗൗതമ ബുദ്ധയാണ്. ആരാണ്? ഗൗതമ ബുദ്ധ. ഇദ്ദേഹത്തിന് ഈ പേര് എൻലൈറ്റൻമെന്റ് കിട്ടിയതിന് ശേഷമാണ് ഈ ബുദ്ധ മീൻസ് ദ എൻലൈറ്റൻഡ് വൺ എന്നാണ്. ശരിക്കുള്ള പേരെന്താണ്? സിദ്ധാർത്ഥ എന്നാണ്. സിദ്ധാർത്ഥ. സോ ഫൗണ്ടർ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞാലും തെറ്റൊന്നും പറയാനില്ല. അപ്പം നമ്മൾ ജൈനിസം പറയുമ്പോൾ നമ്മൾ മഹാവീരെ കുറിച്ചായിരിക്കും കൂടുതലും സംസാരിക്കുന്നത്. സോ മഹാവീര വാസ് ബോൺ ഇൻ കുന്ദഗ്രാമം എവിടെയാണ്? വൈശാലിയിലാണ്. വൈശാലി എവിടെയാണ്? വൈശാലി ബീഹാറിലാണ് കേട്ടോ. ഡേറ്റ് അറിയാമോ? അറിയാം നമുക്ക്. ഏകദേശം 540 അല്ലെങ്കിൽ 599 BC ആണ്. ചില ടെക്സ്റ്റുകളിൽ 540 കൊടുക്കും, ചില ടെക്സ്റ്റുകളിൽ 599 ആണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടും ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. രണ്ടും പറഞ്ഞാലും തെറ്റൊന്നും വരാം, കാരണം അത് എക്സാക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് മെൻഷൻഡ് അല്ല ടെക്സ്റ്റുകളിൽ. ബുദ്ധ ജനിച്ചത് 567 BC-യിലാണ്. എവിടെയാണ്? ലുംബിനി കപിലവസ്തു. ഇന്ത്യക്ക് പുറത്താണ്, നേപ്പാളിലാണ് ജനിച്ചത്. അപ്പോൾ അത് ഓക്കെയാണ്. ദെൻ ഇവർ ബിലോങ് ചെയ്തിരുന്ന ഗ്രൂപ്പ്, ദേ ബോത്ത് വേർ ക്ഷത്രിയ ഗ്രൂപ്പ് എന്ന് നമുക്കറിയാം. രണ്ടുപേരും ക്ഷത്രിയാസ് ആയിരുന്നു. മഹാവീര ബിലോങ് ടു നാത്രിക ക്ലാൻ. അതേപോലെ തന്നെ ബുദ്ധയാണെങ്കിലോ സാക്യ ക്ലാൻ്റെ ആളായിരുന്നു. രണ്ടും എന്താണ്? ക്ഷത്രിയ ഗ്രൂപ്പ് ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി മെയിൻ ഈവൻസ് ആണ്, ഇവരുടെ ലൈഫിൽ നടന്ന മെയിൻ ഈവൻസ് നോക്കാം. അറ്റ് ദ ഏജ് ഓഫ് 42 ഹി അറ്റൈൻഡ് കൈവല്യ. നമ്മൾ ബുദ്ധയ്ക്ക് എൻലൈറ്റൻമെന്റ് കിട്ടിയ പോലെ മഹാവീരയ്ക്ക് എന്താണ്? കൈവല്യാണ് കിട്ടിയത്. അങ്ങനെയാണ് ഇദ്ദേഹം എന്തായത്? ഒരു തീർത്ഥാങ്കര ആയത്. അതായത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ കൈവല്യം അറ്റൈൻ ചെയ്യാന്ന് വെച്ചാൽ മിസറി ആൻഡ് ഹാപ്പിനെസ്, ദുഃഖത്തെയും അതേപോലെ തന്നെ സന്തോഷത്തെയും, രണ്ട് എക്സ്ട്രീമുകളാണല്ലോ. ഇതിനെ രണ്ടിനെയും കോൺകർ ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഈ പറഞ്ഞ കൂട്ട് തീർത്ഥാങ്കര അല്ലെങ്കിൽ ജീന അല്ലെങ്കിൽ ദ കോൺകറർ എന്നൊക്കെ വിളിക്കും. അത് ചെയ്തതുകൊണ്ടാണ് ഇദ്ദേഹം തീർത്ഥാങ്കര ആയത്, കൈവല്യ അറ്റൈൻ ചെയ്തതും. ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിൽ മഹാവീരയെ നിഗന്ധ നതപുത്ത എന്ന് വിളിക്കാറുണ്ട്. നിഗന്ധ നതപുത്ത എന്ന ആരെയാണ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റിൽ വിശേഷിപ്പിക്കുന്നത്? മഹാവീരയാണ്. വിച്ച് മീൻസ് ദ ലീഡർ ഓഫ് ദ നേക്കഡ് അസെറ്റിക്സ്. നേക്കഡ് അസെറ്റിക്സിന്റെ ലീഡർ എന്നുള്ള മീനിങ് ആണ് നിഗന്ധ നതപുത്ത എന്ന് പറയുന്നത്. ദെൻ അറ്റ് ദ ഏജ് ഓഫ് 72 ഹി അറ്റൈൻഡ് മോക്ഷം കിട്ടി. മോക്ഷം കിട്ടുക എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ്? ഡെത്താണ് കേട്ടോ. ഡെത്താണ് പറയുന്നത്. മോക്ഷം അറ്റൈൻ ചെയ്യുന്ന ഡെത്താണ്. 468 BC 468 BC-യിലാണ് ഇദ്ദേഹം മരിക്കുന്നത്. അറ്റ് ദ ഏജ് ഓഫ് 72. എവിടെയാണെന്നറിയാം? പാവപുരി നിയർ രാജ്ഗൃഹ അല്ലെങ്കിൽ മോഡേൺ രാജ്ഗീർ. എവിടെയാണ്? ബീഹാറിനടുത്താണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? മരിക്കുന്നത്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫിലെ മെയിൻ ഈവൻ്റ് എന്ന് പറയുന്നത്. സെയിം ബുദ്ധൻ്റെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് 4 ഈവൻസ് ആണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് മഹാബിനിഷ്ക്രമണ വിച്ച് മീൻസ് ദ ഗ്രേറ്റ് ഗോയിങ് ഫോർത്ത്. ഗ്രേറ്റ് ഗോയിങ് ഫോർത്ത് എന്നാണ് അതിനർത്ഥം. അദ്ദേഹം എന്താണ്? ഇത് ജ്വല്ലറിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗാർമെൻറ്റ്സും ഒക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം എന്താണ് ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു ഈവൻ്റാണ് മഹാബിനിഷ്ക്രമണ അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ഗോയിങ് ഫോർത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. സെക്കൻഡ് ഈവൻ്റ് എന്ന് പറയുന്നത് നിർവാണയാണ്. നിർവാണ മീൻസ് എൻലൈറ്റൻമെൻ്റ് ആണ്. അറ്റ് ദ ഏജ് ഓഫ് 35-ലാണ് ബുദ്ധ എന്ത് അറ്റൈൻ ചെയ്യുന്നത്? നിർവാണ അല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഇതെവിടെ വെച്ചാണെന്ന് നമുക്കറിയാം. ബോധ്ഗയയിൽ ഒരു പീപ്പിൾ ട്രീയുടെ അണ്ടറിലാണ് ഇദ്ദേഹത്തിന് എൻലൈറ്റൻമെൻറ്റ് കിട്ടുന്നത്. ബോധ്ഗയ എവിടെയാണ്? അതും ബീഹാറിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷമാണ് ഇദ്ദേഹം ബുദ്ധ അല്ലെങ്കിൽ തഥാഗത ദ എൻലൈറ്റൻഡ് വൺ എന്ന് അറിയപ്പെടുന്നത്. തഥാഗത എന്ന്
വിളിച്ചു തുടങ്ങിയത് ഇതിന് ശേഷമാണ്. ബുദ്ധയാണ് കേട്ടോ തഥാഗത എന്ന് വിളിക്കുന്നത്. ദെൻ മൂന്നാമത്തെ ഈവൻ്റ് ആണ് ധർമ്മചക്ര പരിവർത്തന. ധർമ്മചക്ര പരിവർത്തന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വീൽ ഓഫ് ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ ഫസ്റ്റ് സെർമൺ എന്നൊക്കെ പറയാം. ഇതെവിടെയാണ് കൊടുത്തതെന്ന് അറിയാം. ഇതെവിടെയാണ് ഡെലിവർ ചെയ്തത്? ഇത് സാരനാഥിൽ, വാരണാസിക്കടുത്ത് സാരനാഥിൽ ഇദ്ദേഹം ഒരു ഡിയർ പാർക്കിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ധർമ്മത്തെക്കുറിച്ചുള്ള ധർമ്മചക്ര പരിവർത്തന, ദ വീൽ ഓഫ് ലോയെക്കുറിച്ചൊരു സെർമൺ അല്ലെങ്കിൽ സ്പീച്ച് ഇദ്ദേഹം ഡെലിവർ ചെയ്യുന്നത്. ലാസ്റ്റ് ഈവൻ്റ് എന്ന് പറയുന്നത് മഹാപരിനിർവാണയാണ്. മഹാപരിനിർവാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധൻ്റെ ഡെത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഈവൻ്റാണ് മഹാപരിനിർവാണ. സോ ബുദ്ധൻ്റെ ലൈഫിൽ മഹാപരിനിർവാണ നടക്കുന്നത് ശരിക്കും 487 BC-യിലാണ്. മഹാവീരയുടെ എന്നാണ് 468 BC-യിലാണ്. ഇത് 487 BC-യിൽ എവിടെ വെച്ചിട്ടാണ്? കുശിനഗർ UP-യിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? UP-ക്കടുത്ത് കുശിനഗറിലാണ് ഇദ്ദേഹം അറ്റ് ദ ഏജ് ഓഫ് 80 മഹാപരിനിർവാണ അല്ലെങ്കിൽ ഡെത്ത് അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ ഈവൻറ്റ്സ്. സോ ജൈനിസത്തിൻ്റെയും ബുദ്ധിസത്തിൻ്റെയും ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിഞ്ഞു. ഇതിനകത്ത് മെയിനായിട്ട് അതിൻ്റെ ബേസിക്സ് മാത്രമാണ് ഞാൻ കവർ ചെയ്തിട്ടുള്ളത്. ഇതേപോലൊരു 5 മിനിറ്റ് വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അതിലങ്ങനെ നമ്മൾ 5 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കൊരു 5-6 വീഡിയോ ചെയ്ത് ഈ ബുദ്ധിസം ജൈനിസം ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ച് പോവാം. അത് കുറച്ചും കൂടെ നമുക്ക് എഫക്റ്റീവ് ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഒരുപാട് ഹെക്ടിക് ആയിട്ട് തോന്നും. ഒരു സിംഗിൾ വീഡിയോ ചെയ്താലും ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ പാർട്ട് ബൈ പാർട്ട് ചെയ്യുന്നത്. സോ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. വീഡിയോസ് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.